നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യണം ഈ ഒരു സപ്ലിമെന്റ് ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ഗുണവും ചെയ്യണില്ല. ആൻഡ് ആ സപ്ലിമെന്റ് ആണ് ഇലക്ട്രോലൈറ്റ്സ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കിഡ്നീസ് സോഡിയം, പൊട്ടാഷ്യം ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്, ആൽഡോസ്റ്ററോൺ, ADH പോലുള്ള ഹോർമോൺസ് വഴി ടൈറ്റ് ആയിട്ട് റെഗുലേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിലധികം ഇലക്ട്രോലൈറ്റ്സ് കൺസ്യൂം ചെയ്താൽ അത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയിക്കോളും. ബട്ട് നിങ്ങളുടെ പൈസ കൂടിയാണ് ഈ യൂറിൻ വഴി പോകണം. സ്വെറ്റിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ 99% വാട്ടർ ആണ്, 1% മാത്രമാണ് അതിലുള്ള ഇലക്ട്രോലൈറ്റ്സ്. സോ കേരളം പോലുള്ള ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ നല്ല രീതിക്ക് ആൾക്കാർ വേർക്കും. ബട്ട് ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് സെഷനിൽ ലോസ് ആവുന്ന ഇലക്ട്രോലൈറ്റ്സിന്റെ ക്വാണ്ടിറ്റി വളരെ ലെസ്സാണ്. ആൻഡ് ഈ ഇലക്ട്രോലൈറ്റ്സിൽ കൂടുതലുള്ളത് സോഡിയമാണ്. സോ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് തന്നെ ധാരാളമാണ്. സ്വെറ്റിലുള്ള വേറെ ഇലക്ട്രോലൈറ്റ് ആണ് പൊട്ടാഷ്യം. ബട്ട് ഈ പൊട്ടാഷ്യം കോൺസെൻട്രേഷൻ സ്വെറ്റിൽ ഭയങ്കര കുറവാണ്. സോ ഭൂരിഭാഗം ആൾക്കാർക്കും പൊട്ടാഷ്യം സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആരാണ് ഈ സപ്ലിമെന്റ് കൺസിഡർ ചെയ്യേണ്ടത്? 90 മിനിറ്റ്സിൽ കൂടുതൽ എൻഡുറൻസ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കീറ്റോയും ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് റീനൽ സോഡിയം ലോസ് കൂടുതലായിരിക്കും. പക്ഷെ നോർമൽ ആയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം, റെഗുലർ ആയിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി ഈ ഒരു സപ്ലിമെന്റ് യൂസ്ലെസ് ആണ്.